വിവാഹം കഴിച്ചോ? നന്നായി. വിനുമോന് ദൈവം കൊടുത്ത നിധിയാ മീനാക്ഷി. നിർത്ത്. തെരുവിൽ കിടന്ന് ഒരുത്തനെ എടുത്തു വളർത്തി കുടുംബം കുട്ടിച്ചോറാക്കിയത് പോരാഞ്ഞിട്ട് പഴച്ച് തെണ്ടി നടന്ന ഒരുത്തിയെ വിളിച്ചോണ്ട് വന്ന് കുടുംബത്തിൽ കയറ്റാനോ? നടക്കില്ല, സമ്മതിക്കില്ല ഞാൻ. ഇവളെയും കൊണ്ട് ഇവിടെ നിറങ്ങിപ്പോണം, ഇല്ലെങ്കിൽ തല്ലി ഇറക്കിയിരിക്കും ഞാൻ. മീനാക്ഷി, നിക്ക്. പ്രകാശേ, സത്യം അറിയാതെ പഴിചാരരുത്. മീനാക്ഷി തെരുവിൽ പിഴച്ചു ജീവിക്കുന്നവളല്ല, അന്തസ്സുള്ള കുടുംബത്തിലെ പെണ്ണ. ആപത്ത് കാലത്ത് ചന്ദ്രുവിന് കൈത്താങ്ങായവളാ. ഇവളെ പടിയിറക്കരുത്. എതിർപ്പൊന്നും പറയരുത് പ്രകാശേട്ടാ. കുടുംബത്തിന് ഉതകിയവളെ കൂടെ പാർപ്പിച്ച മേൽഗതിയെ ഉണ്ടാകും. നല്ല ചന്തയുള്ള ആന്റി. വിനു അങ്കിളിന്റെ വൈഫ് സൂപ്പർ. ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കും മുമ്പേ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കണല്ലോ അളിയാ. മീനാക്ഷി കുടുംബത്തിന് ദോഷക്കാരി അല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അവരെ അകത്തേക്ക് ക്ഷണിക്കേ. വേണ്ട, ഇത്രയും കാലം ഇവിടുത്തെ ഉപ്പും ചോറും കഴിച്ച് ജീവിച്ചവനാ ഇവൻ. ഒരു പെണ്ണിനെ കെട്ടുന്നതിന് മുമ്പ് അച്ഛനോടോ അമ്മയോടോ ഒരു വാക്ക് ചോദിക്കേണ്ട ധാർമ്മികമായ കടമ ഇവനില്ലേ? ചോദിച്ചില്ലല്ലോ. തന്നിഷ്ടപ്രകാരം കഴിച്ചു വന്നവന് ഒരിടം കൊടുത്താലേ പിന്നെ ഇവന്റെ തന്നിഷ്ടത്തിന്റെ ഘോഷയാത്രയായിരിക്കും ഇവിടെ. മനോജിന്റെ ഫോണിൽ ഇത് ആരായിരിക്കും വിളിക്കുന്നത്? പ്രകാശേട്ടൻ. കട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. മനോജേ, മനോജേ ഫോൺ. കട്ടായി. ആരാ വിളിച്ചത്? നിന്റെ പ്രകാശേട്ടൻ. അയാൾ എന്തിനാ വിളിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. അച്ഛനെ അമ്മയും കൂടെ സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയാനായിരിക്കും. ആരെങ്കിലും ഒരാളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്താൻ പറയാനായിരിക്കും. നിന്റെ അമ്മ ഏതായാലും ഈ ജന്മം ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല. അപ്പോ അച്ഛനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാനുള്ള പ്രകാശേട്ടന്റെ തന്ത്രമായിക്കൂടെ? ഇവിടെ വന്ന് ഇത്രയും സീനുണ്ടാക്കിയ നിന്റെ അച്ഛൻ ഇവിടെ വന്ന് നിൽക്കാനോ? അതൊരിക്കലും നടക്കില്ല. എന്നാ പിന്നെ സംശയിക്കേണ്ട. രണ്ടുപേരെ നോക്കുന്നതിന്റെ വിഹിതം ചോദിച്ചോണ്ടുള്ള വിളിയായിരിക്കും. എടാ, ഒരുപക്ഷെ നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിലോ? പിന്നെ എടാ തെണ്ടി, ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നു. എടാ, വിനുവിന്റെ കല്യാണം കഴിഞ്ഞു. എടാ, പെണ്ണ് നിന്റെ അയൽവക്കത്തുള്ളതാ. സുചിത്രയുടെ അമ്മയുടെ സഹായം നിന്ന ഒരു മീനാക്ഷി. എന്നെ വെല്ലുവിളിച്ച ആ പീറ വേലക്കാരിയെ നിന്റെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നോ? മനോജെ, അവളെ ഇറക്കി വിടാൻ പറയേ. മനോജെ, ഹരിത പറഞ്ഞ ഞാൻ കേട്ടു. അവള് പറഞ്ഞതാ ശരി. ഒരു കാരണവശാലും വിനുവിനെ അവൻ കൊണ്ടുവന്ന പെണ്ണിനെ ഇവിടെ താമസിപ്പിക്കാൻ അനുവദിച്ചുകൂടാ.
രണ്ടിനെയും അടിച്ചറക്കണം. ഒരു കാര്യം ചെയ്യ്, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ. വൈകിയ സംഗതി കൈവിട്ടു പോവും. അവന്റെ ചെലവ് കൂടി ഞാൻ കൊടുക്കേണ്ടി വരും. ബാക്കിയൊക്കെ നേരിട്ട് പറയാം. നീ വാ. ശരി. കേട്ടില്ലേ? എല്ലാം നിന്റെ വൃത്തികെട്ട തള്ളയുടെ തന്ത്രങ്ങളാ. ആ വൃത്തികെട്ട അടുക്കളക്കാരെയും കൂടെ വിളിച്ചു കയറ്റി എനിക്കെതിരെ പട ഒരുക്കുക. നീ എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം. ആ പൊട്ടനെ അടുക്കളക്കാരെയും അവിടെ നിന്ന് അടിച്ചിറക്കി ചാണകം തളിച്ചിട്ടേ വരാവൂ. ചെല്ല്, വേഗം ചെന്ന് ഡ്രസ്സ് മാറ്റി പോ. പോ, ഇവിടെ പോവാൻ. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്വർണം ഉടനെ ഇവിടെ എത്തിച്ചിരിക്കണം. ഞങ്ങളെ ആരും സ്വർണ്ണമൊന്നും ഏൽപ്പിച്ചിട്ടില്ല. നീ ഞങ്ങളൊരു ചുക്കും ചെയ്യാനും പോകുന്നില്ല. നിർത്തടി എച്ചിലുതീനി. ഞങ്ങൾ എച്ചിലുതീനിയത് തന്നെയാ. പക്ഷേ കോടീശ്വരിയായ ഹരിതയെ പോലെ അമ്മയമ്മയുടെ പിച്ചച്ചട്ടിൽ കൈയിട്ട് വരുന്നവരല്ല.